നിലമ്പൂരിൽ CPIM വലിയ ആത്മവിശ്വാസത്തിലാണ്. CPIM സംസ്ഥാന സെക്രട്ടറിയും മന്ത്രിമാരുമൊക്കെ പറയുന്നു ഉറപ്പായും ഇത്തവണ എം സ്വരാജ് വിജയിക്കും എന്ന്. എന്താണ് CPIMന്റെ LDFന്റെ ആത്മവിശ്വാസത്തിന് അടിസ്ഥാനം? അതിന് അല്പം ചരിത്രം, മണ്ഡലത്തിൻ്റെ ചരിത്രം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. മണ്ഡലത്തിൽ ഇപ്പോഴുള്ള ആകെ വോട്ടർമാർ 2,32,384 2,32,384. 1,13,486 പുരുഷന്മാരും 1,18,889 സ്ത്രീകളും. എന്ന് വെച്ചാൽ പുരുഷന്മാരെക്കാളും സ്ത്രീ വോട്ടർമാരാണ് മണ്ഡലത്തിൽ കൂടുതൽ എന്നർത്ഥം. 60 വർഷത്തെ ചരിത്രമുണ്ട് നിലമ്പൂർ മണ്ഡലത്തിന്. 60 വർഷത്തെ ചരിത്രം. 1965 ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. കെ കുഞ്ഞാലി, CPIMന്റെ കെ കുഞ്ഞാലി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിക്കുന്നു. ആര്യാടൻ മുഹമ്മദാണ് കുഞ്ഞാലിയോട് തോൽക്കുന്നത്. അന്ന് മുസ്ലിം ലീഗും മത്സരിച്ചു. മുസ്ലിം ലീഗ് 3ാം സ്ഥാനത്താണ് അന്ന് എത്തിയത്. 1967 ലീഗ് ഉൾപ്പെട്ട സപ്തകക്ഷി മുന്നണി. വീണ്ടും കെ കുഞ്ഞാലി ജയിക്കുന്നു. CPIM ചിഹ്നത്തിൽ മത്സരിച്ച് ജയിക്കുന്നു. കെ കുഞ്ഞാലി 1967. അതിനുശേഷം കുഞ്ഞാലി വെടിയേറ്റ് മരിക്കുന്നു. 1970 MB ഗംഗാധരൻ മത്സരിക്കുന്നു. UDF സ്ഥാനാർത്ഥിയായി, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി. CPIMന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് CP അബൂബക്കർ. കോൺഗ്രസ്, CPI, ലീഗ് മുന്നണിയായിരുന്നു അന്നുണ്ടായിരുന്നത്. കോൺഗ്രസ് മുന്നണിയിലായിരുന്നു അന്ന് CPI ഉണ്ടായിരുന്നത്. MB ഗംഗാധരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കുന്നു. 1977 എത്തുമ്പോൾ മണ്ഡലം പുനഃസംഘടിപ്പിക്കുകയാണ്. പുനഃസംഘടിപ്പിച്ച മണ്ഡലത്തിൽ നിലമ്പൂർ, അമരമ്പലം, ചാലിയാർ, ചുങ്കത്തറ, പോത്തുകൽ, കരുണായി, മുത്തേടം, വഴിക്കടവ്, എടക്കര, കാളികാവ്, ചോക്കാട് എന്നീ പഞ്ചായത്തുകളാണ് ഉണ്ടായിരുന്നത്. ഈ പഞ്ചായത്തുകൾ എല്ലാം ലീഗ്, കോൺഗ്രസിന് നല്ല മേൽക്കൈയുള്ള പഞ്ചായത്തുകൾ കൂടിയായിരുന്നു എന്നുകൂടി ഓർക്കണം. UDF മണ്ഡലമായി നിലമ്പൂർ പൊതുവെ മാറുന്നു. ഇതാണ് 1977 പുനഃസംഘടനയോടുകൂടി നമ്മൾ കാണുന്നത്. അതിനുശേഷം 1980 ഇലക്ഷൻ നടക്കുന്നു. LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി C ഹരിദാസ് ജയിക്കുന്നു. അന്ന് ഒരു പ്രത്യേകതയുണ്ട്. കോൺഗ്രസ് ഭിന്നിക്കുന്നു, ഒരു വിഭാഗം LDFനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നതുകൂടിയുണ്ട്. അങ്ങനെ C ഹരിദാസ് ജയിക്കുന്നു. പിന്നീട് LDF മന്ത്രിസഭയിൽ ആര്യടൻ മുഹമ്മദ് മന്ത്രിയാകുന്നു. C ഹരിദാസ് രാജിവെക്കുന്നു. ആര്യടൻ മുഹമ്മദ് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു, ജയിക്കുന്നു, മന്ത്രിയാകുന്നു. 1982 വീണ്ടും തെരഞ്ഞെടുപ്പ് വരുന്നു. ആര്യടൻ മുഹമ്മദ് മത്സരിക്കുന്നു. എതിർ സ്ഥാനാർത്ഥിയായി TK ഹംസ മത്സരിക്കുന്നു. TK ഹംസ കോൺഗ്രസ് വിട്ട് CPIMനോടൊപ്പം ചേർന്ന് മത്സരിക്കുന്ന ഘട്ടത്തിൽ ആര്യടൻ മുഹമ്മദ് തോൽക്കുന്നു. വലിയ ഭൂരിപക്ഷമൊന്നുമില്ല, 1566 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന്. അതേസമയം 1987 ആര്യടൻ മുഹമ്മദ് ജയിക്കുന്നു. ആര്യടൻ മുഹമ്മദ് 87 ജയിച്ചത് 2011 വരെ തുടർന്നു. എന്ന് വെച്ചാൽ മത്സരത്തിൽ നിന്ന് ആര്യടൻ മുഹമ്മദ് പിൻവാങ്ങുന്നത് വരെ ആര്യടൻ മുഹമ്മദ് ആയിരുന്നു നിലമ്പൂരിലെ MLA. 2 കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എന്ന് വെച്ചാൽ കോൺഗ്രസിന് അകത്ത് ഭിന്നിപ്പുണ്ടാകുന്ന ഘട്ടത്തിൽ LDF ജയിച്ച മണ്ഡലമാണ് നിലമ്പൂർ. CPIMന് LDFന് കൃത്യമായ ഒരു അടിസ്ഥാന വോട്ടുണ്ട്. ആ വോട്ട് എല്ലായ്പ്പോഴും LDFന് ജയിക്കും. അതിന് പുറമെ എതിർപ്പാളയത്തിൽ ഭിന്നിപ്പുണ്ടാകുകയും അവിടെ നിന്ന് ഒരാൾ വന്ന് ഇപ്പുറത്ത് മത്സരിക്കുകയും ചെയ്താൽ ജയിച്ചു വരുന്ന ചരിത്രം C ഹരിദാസ്, ആര്യടൻ മുഹമ്മദ്, അത് തുടർന്ന് PV അൻവർ വരെ അങ്ങനെ തന്നെയായിരുന്നു എന്നതാണ് മണ്ഡലത്തിൻ്റെ ചരിത്രം. എന്നാൽ 2008 മറ്റൊരു മാറ്റവും കൂടി മണ്ഡലത്തിൽ നടക്കുന്നുണ്ട്. മണ്ഡല പുനർനിർണയം വീണ്ടും വരുന്നു. അതോടുകൂടി മണ്ഡലത്തിൻ്റെ പൊതു സ്വഭാവം അങ്ങ് മാറി. ഒരു UDF മണ്ഡലമായിരുന്ന നിലമ്പൂർ ഇടതുപക്ഷത്തിനു കൂടി ജയിച്ചു വരാൻ സാധ്യതയുള്ള മണ്ഡലമായി മാറുന്നു. ഏതൊക്കെ പഞ്ചായത്തുകളാണ്, നഗരസഭകളാണ് അന്ന് 2008 പുനഃസംഘടനയിൽ മണ്ഡലത്തിൽ വന്നത്, പുനർനിർണയത്തിൽ മണ്ഡലത്തിൽ വന്നത്? നിലമ്പൂർ നഗരസഭ, അമരമ്പലം പഞ്ചായത്ത്, ചുങ്കത്തറ പഞ്ചായത്ത്, എടക്കര പഞ്ചായത്ത്, കരുളായി പഞ്ചായത്ത്, മുത്തേടം, പോത്തുകൽ, വഴിക്കടവ്. 7 പഞ്ചായത്തുകളും ഒരു നഗരസഭയും. ഇതിൽ നിലമ്പൂർ നഗരസഭ LDFന് മുൻതൂക്കമുള്ള സ്ഥലമാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ. മറ്റൊന്ന് അമരമ്പലമാണ്. അമരമ്പലം എന്ന് പറയുന്നത് CPIMന്റെ കോട്ടയാണ്.
ചെങ്കോട്ട എന്നൊക്കെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന പഞ്ചായത്താണ് അമരമ്പലം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2700 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് PV അൻവർ ജയിക്കുന്നത്. ആ 2700 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് PV അൻവറിന് ജയിക്കാൻ സാധ്യത കളമൊരുക്കിയത് അമരമ്പലം പഞ്ചായത്തിലെ വൻ ഭൂരിപക്ഷമായിരുന്നു എന്നതുകൂടി ഓർക്കണം. എന്ന് വെച്ചാൽ CPMന്റെ കോട്ടയാണ് അമരമ്പലം. അതോടൊപ്പം തന്നെ ചുങ്കത്തര, എടക്കര, കരുളായി ഈ 3 പഞ്ചായത്തുകൾ UDFനാണ് നേരിയ മുൻതൂക്കമെങ്കിലും ഒപ്പത്തിന് ഒപ്പമാണ്. അങ്ങോട്ടും അറിയാം ഇങ്ങോട്ടും അറിയാം എന്ന അവസ്ഥയിലാണ് 3 പഞ്ചായത്തുകൾ, ചുങ്കത്തര, എടക്കര, കരുളായി പഞ്ചായത്തുകൾ. പിന്നീടുള്ളത് മുത്തേടം പഞ്ചായത്താണ്. ലീഗിനും കോൺഗ്രസിനും മുൻതൂക്കമുള്ള പഞ്ചായത്താണ് മുത്തേടം പഞ്ചായത്ത്. അതേപോലെ തന്നെ വഴിക്കടവ് പഞ്ചായത്ത് ലീഗിനും കോൺഗ്രസിനും മുൻതൂക്കമുള്ള പഞ്ചായത്താണ്. പോത്തുകൽ പഞ്ചായത്താണ് ഇനി അവശേഷിക്കുന്നത്. പോത്തുകൽ പഞ്ചായത്ത് LDFനോടൊപ്പം നിൽക്കുന്ന പഞ്ചായത്താണ്. എന്ന് വെച്ചാൽ ഒരു മൃഗീയ ഭൂരിപക്ഷത്തിന് UDFന് ജയിച്ചു വരാൻ കഴിയുന്ന അവസ്ഥ ഇന്ന് മണ്ഡലത്തിൽ ഇല്ല, നിലമ്പൂർ മണ്ഡലത്തിലില്ല. ഒപ്പത്തിനൊപ്പമാണ്, ആർക്കും ജയിച്ചു വരാൻ കഴിയുന്ന സ്ഥിതിയാണുള്ളത്. 2008 മണ്ഡല പുനർനിർണയത്തിന് ശേഷം 2011 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആര്യടൻ മുഹമ്മദിന് കിട്ടിയ ഭൂരിപക്ഷം കേവലം 5000 വോട്ടാണ് എന്നോർക്കണം. വെറും 5000 വോട്ട്. 2001 ആര്യടൻ മുഹമ്മദ് ജയിക്കുന്നത് 21,800 വോട്ടിനാണ്. 2006 ആര്യടൻ മുഹമ്മദ് ജയിക്കുന്നത് 18,070 വോട്ടിനാണ്. എന്നാൽ 2011 എത്തുമ്പോഴേക്കും ആര്യടന്റെ ഭൂരിപക്ഷം 5,498 കുറയുന്നു. 5,498 കുറയുകയും 2016 UDF തോൽക്കുകയും 2021 അത് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം 2011 LDFന്റെ വോട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ 60,733 ആയിരുന്നു. 60,733. ആ വോട്ട് 2016 ആകുമ്പോഴേക്കും 77,882 ആയും 2021 ആകുമ്പോഴേക്ക് 81,227 മാറുകയും ചെയ്തിട്ടുണ്ട് എന്നോർക്കണം. എന്ന് വെച്ചാൽ മണ്ഡലം 2008 പുനർനിർണയത്തിന് ശേഷം LDFന് നല്ല ഒരു മേൽക്കൈ മെല്ലെ മെല്ലെ നൽകുന്നുണ്ട് എന്നർത്ഥം. അതുതന്നെയാണ് LDF ജയിക്കും എന്ന് ഉറച്ച് വിശ്വസിക്കാൻ LDFന് പ്രചോദനമാകുന്നത്. CPM നേതാക്കൾ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത്. മണ്ഡല പുനർനിർണയത്തെ തുടർന്ന് മണ്ഡലത്തിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അത് LDFന് അനുകൂലമായ മാറ്റവും കൂടിയാണ്. അവിടത്തേക്കാണ് സ്വരാജ് എന്ന് പറയുന്ന CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, ആ മണ്ഡലത്തിൽ ജനിച്ചു വളർന്ന ആൾ, മണ്ഡലത്തിൽ എല്ലാവർക്കും സുപരിചിതനായ ആൾ മത്സരരംഗത്തേക്ക് വരുന്നത് എന്നതാണ് വലിയ ആത്മവിശ്വാസം നൽകുന്നത് CPIMനും അതോടൊപ്പം തന്നെ LDFനും. അപ്പോഴും വെല്ലുവിളികളുണ്ട്. മണ്ഡലത്തിൽ CPIMന്റെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ആകെ K കുഞ്ഞാലി മാത്രമാണ് 2 തവണ. പിന്നീട് LDF ജയിച്ചിട്ടുണ്ട്. LDF ജയിച്ച സമയത്തൊക്കെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു, ചിഹ്നത്തിലായിരുന്നില്ല മത്സരിച്ചിരുന്നത്. ചിഹ്നത്തിൽ കുഞ്ഞാലിക്ക് ശേഷം മത്സരിക്കുന്നത് CP അബൂബക്കർ, PV കുഞ്ഞിക്കണ്ണൻ, K സൈതാലിക്കുട്ടി, ദേവദാസ് പൊറ്റക്കാട്, P ശ്രീരാമകൃഷ്ണൻ എന്നിവരൊക്കെ CPM ചിഹ്നത്തിൽ മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട്. അവരൊക്കെ പരാജയപ്പെടുകയാണ് ചെയ്തത് എന്നോർക്കണം. പിന്നീട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി PV അൻവർ വന്നപ്പോഴാണ് ജയമുണ്ടായത്. അപ്പോൾ 2011 സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു ആര്യടൻ മുഹമ്മദിനോട് തോറ്റത്. പക്ഷേ ആര്യടൻ മുഹമ്മദിന്റെ ഭൂരിപക്ഷം 5000ത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞു എന്ന് ഓർക്കണം. എന്ന് വെച്ചാൽ 60,738 വോട്ട് അന്ന് LDF നേടിയിരുന്നു. അതിനുശേഷം LDFന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. വോട്ട് ഓരോ തെരഞ്ഞെടുപ്പിലും വർദ്ധിപ്പിച്ച് കൊണ്ടുവരുന്ന കാഴ്ചയാണ് കണ്ടത്. അത് ഇത്തവണയും വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസം CPMനുണ്ട്, LDFനുണ്ട്. ആ ആത്മവിശ്വാസത്തിലാണ് LDF പ്രവർത്തിക്കുന്നത്. അതിന് പല ഘടകങ്ങളുമുണ്ട്. ഏറ്റവും ഒടുവിൽ പെൻഷൻകാർക്കെതിരെ കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ നടത്തിയ പ്രസ്താവന അത് മണ്ഡലത്തിൽ വലിയ തോതിൽ ചലനമുണ്ടാക്കുന്നുണ്ട്. 40,138 പേരാണ് പെൻഷൻ വാങ്ങുന്നവർ. അതിൽ എന്തു തന്നെയായാലും മണ്ഡലത്തിലെ സ്വഭാവം അനുസരിച്ച് ഇരു വിഭാഗത്തിൽപ്പെട്ടവരുണ്ടാകും. കോൺഗ്രസും ഉണ്ടാകും, CPM ഉണ്ടാകും. എന്നാൽ ആ വോട്ടുകൾ അങ്ങനെ തന്നെ LDFന് കിട്ടില്ല എങ്കിലും അതിൽ മഹാഭൂരിപക്ഷവും
UDF അധികാരത്തിൽ വന്നാൽ UDF ജയിച്ചാൽ പെൻഷൻ നിന്നു പോകുമോ എന്ന് ആശങ്കയുള്ള മഹാഭൂരിപക്ഷവും LDFന് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് CPM നേതാക്കൾ പറയുന്നത്. അതിൻ്റെ തെളിവായി അവർ മുന്നോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ ദിവസം മണ്ഡലത്തിൽ നടത്തിയ പെൻഷൻകാരുടെ സംഗമമാണ്. KSKTUവിന്റെ നേതൃത്വത്തിൽ നടത്തിയ സംഗമത്തിൽ ഒത്തുകൂടിയവർ വലിയ പ്രതീക്ഷയാണ് LDFന് നൽകുന്നത്. ഇതെല്ലാം കണക്കിലെടുത്താണ് വൻ ഭൂരിപക്ഷത്തിന് LDF ജയിക്കും എന്ന് CPM നേതാക്കൾ വിലയിരുത്തുന്നത്. UDFന്റെ കയ്യിലുള്ളതോ ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനവും അതോടൊപ്പം തന്നെ അവർ പറയുന്ന ഭരണവിരുദ്ധ വികാരവുമാണ്. ഈ രണ്ട് ഘടകങ്ങൾ മാത്രമാണ്. കോൺഗ്രസ് മണ്ഡലത്തിൽ ദുർബലമാണ് എന്ന് എല്ലാവർക്കും അറിയാം. ആര്യടൻ ഷൗക്കത്ത് മത്സരിക്കും എന്നതുകൊണ്ട് തന്നെ ആര്യടൻ ഷൗക്കത്ത് ഇടപെട്ട് മണ്ഡലത്തിൽ കോൺഗ്രസിനെ സജീവമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്ന ചർച്ച VS ജോയ് സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതിയ വലിയ വിഭാഗം ആളുകളുണ്ട്. അതൊക്കെ വലിയ ഭിന്നത കോൺഗ്രസിനകത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിന്റെ അടിത്തറ ദുർബലമാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നത്. പക്ഷെ നേതാക്കൾ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരു ബൂത്തിന് 5ഉം 6ഉം നേതാക്കളുടെ ചുമതലയാണ് കോൺഗ്രസ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് മാറ്റമുണ്ടാക്കാൻ കഴിയും, കോൺഗ്രസിന്റെ വോട്ട് ചോരുന്നത് തടയാൻ കഴിയും എന്ന പ്രതീക്ഷ കോൺഗ്രസ് നേതൃത്വം വെച്ച് പുലർത്തുന്നുണ്ട്. അതിലാണ് അവരുടെ ആകെ ഉള്ള പ്രതീക്ഷ. അതോടൊപ്പം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വാസമർപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത് UDF. ആ ലീഗ് വോട്ടുകളിലാണ് M സ്വരാജ് വലിയ വിള്ളൽ വീഴ്ത്താൻ പോകുന്നത് എന്നോർക്കണം. ഫാസിസത്തിനെതിരെ BJPക്കെതിരെ കേരളത്തിൽ ഉറച്ച ശബ്ദത്തിൽ സംസാരിക്കുന്ന ഒരാൾ നിയമസഭയിൽ ഉണ്ടാകണമെന്ന് ബഹുഭൂരിപക്ഷം മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർ ചിന്തിക്കുന്നുണ്ട് എന്നാണ് മണ്ഡലത്തിൽ നിന്ന് CPM നേതാക്കളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകരും നൽകുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഒരു സംശയവും വേണ്ട, LDFന് ഒരു മേൽക്കൈ മണ്ഡലത്തിൽ ഇപ്പോൾ നിലവിലുണ്ട്. അത് തുറന്നു കൊണ്ടുപോവുകയാണെങ്കിൽ LDFന് ജയിക്കാൻ കഴിയും. ആ ആത്മവിശ്വാസം CPM നേതാക്കളുടെയും പ്രവർത്തകരുടെയും മനസ്സിൽ ഉണ്ട്. അവരുടെ മുഖത്ത് അത് പ്രകടവുമാണ്.